ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് 100 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ടും 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ടും അതുപോലെ തന്നെ 1 കിലോൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ടുമാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. അപ്പോൾ കുറേ പേര് 100 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുമോ, 500 ഗ്രാമിൻ്റെ വെച്ചിട്ട് കാണിച്ചു തരുമോ, അതുപോലെ തന്നെ 1 കിലോൻ്റെ വെച്ചിട്ട് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വിശദമായിട്ട് ഇതിൽ ഈ ഒരു വീഡിയോസിൽ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് 100 കിലോ സോപ്പ് ബേസ് എടുക്കുമ്പോൾ അതിൽ എത്ര കൊണ്ട് ചേർക്കണം എന്നും 500 കിലോ അല്ല 500 ഗ്രാം 500 കിലോ അതായത് 500 ഗ്രാം സോപ്പ് ബേസ് എടുക്കുമ്പോൾ അതിൽ എത്ര ചേർക്കണം എന്നും 1 kg എടുക്കുമ്പോൾ അതിൽ എത്ര ചേർക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയണത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധമൊക്കെ മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് 100 ഗ്രാമിൻ്റെ ബേസ് വെച്ചിട്ട് ഉണ്ടാക്കാനും 500 ഗ്രാമിൻ്റെ ബേസ് വെച്ചിട്ട് ഉണ്ടാക്കാനും 1 കിലോ സോപ്പ് ബേസ് വെച്ച് ഉണ്ടാക്കാനും വളരെ സിമ്പിളായിട്ട് പറ്റും. അപ്പം നമുക്ക് ആദ്യം തന്നെ 500 ഗ്രാമിൻ്റെ ഗോട്ട് മിൽക്ക്, അതായത് നമ്മുടെ കയ്യിൽ ആകെ 500 ഗ്രാമിൻ്റെ ഗോട്ട് മിൽക്കാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ 500 ഗ്രാമിൻ്റെ ഗോട്ട് മിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്കത് വെയിറ്റ് നോക്കട്ടോ. അപ്പം ഇതാണ് വരുന്നത്. അപ്പം 1/2 കിലോ ഉണ്ട്. 1/2 കിലോന് ഒരു 12 ഗ്രാമും കൂടുതലുണ്ട്, കണ്ട. അപ്പോൾ ഈ ഗോട്ട് മിൽക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഗോട്ട് മിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വലിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മെൽട്ടായിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്യുക. മെൽറ്റ് ചെയ്യാനിപ്പോൾ വലിയ പീസായാലും മെൽറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് മെൽറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. കട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ വെള്ളം അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇത് ഞാനിങ്ങനെ കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനത് തിളച്ചിട്ടുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം. ഇപ്പോൾ അവിടെ വെള്ളം തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പപ്പായയുടെ ഫ്രാഗ്രൻസ് ഓയിലും അതുപോലെ തന്നെ പപ്പായയുടെ ജെല്ലുമാണ് ഞാൻ ഈ ഗോട്ട് മിൽക്കിൻ്റെ ബേസിൽ ചേർക്കുന്നത്. അപ്പോൾ അത് എത്ര ജ്യൂസ് നമ്മൾ ചേർക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ യാതൊരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 500 ഗ്രാമിൽ എത്ര പപ്പായയുടെ ജെല്ലും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ എത്ര ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസിൽ നമ്മൾ ചേർക്കുന്നത് ഇത് പപ്പായയുടെ ജെല്ല് 1 ടീസ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിൽ ജെല്ലാണെങ്കിലും എന്താണെങ്കിലും കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിന് ഉറപ്പുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ 1/2 കിലോന് ഞാൻ ചേർക്കുന്ന അളവാണ് 1 ടീസ്പൂൺ. ഇത് നമ്മൾ 1 കിലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 ടീസ്പൂൺ. ഇനി 100 ഗ്രാമൊക്കെ വെച്ചെങ്കിൽ നമുക്കൊരു അര അല്ലെങ്കിൽ ഒരു തരി കുറച്ചാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഏകദേശം ഒരു വിധമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിന് ഉറപ്പുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ 500 ഗ്രാമിന് ഇത്രയാണ് 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇനി ഞാനിത് തിളച്ചിട്ടുണ്ടോ നോക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. അപ്പോൾ അവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പോയിട്ട് മെൽറ്റ് ചെയ്തിട്ട് വരട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മാത്രം ഒഴിച്ചുകൊണ്ട് നമുക്ക് പപ്പായയുടെ കളറ് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഞാൻ ഒരു ഓറഞ്ച് കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 1-2 ഡ്രോപ്സ് ഇട്ടിച്ചു കൊടുത്താൽ മതി.
ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കളർ കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇട്ടിച്ചെടുക്കുക. ഇത് നമുക്കത് മെൽറ്റായി നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഇത് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി 10 മില്ലിയാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ട 1/2 കിലോന്. അപ്പോൾ കുറച്ച് കളറ് കുറവ് തോന്നിയപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഡ്രോപ്സും കൂടെ കളർ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ട നല്ല അടിപൊളി കളർ, ശരിക്കൊരു പപ്പായയുടെ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതിന് നമുക്ക് 4 സോപ്പോ 5 സോപ്പോട്ടാണ് കിട്ടിയിട്ടുള്ളത്. 4 സോപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 5ാമത്തെ സോപ്പ് ഒരു സ്വല്പം കൂടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത്രയും സോപ്പാണ് നമുക്ക് 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന കൂട്ടും കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് ഒരു 2 മണിക്കൂറിന് ശേഷം എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് ഇനി 100 ഗ്രാം സോപ്പ് ബേസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് 100 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് തൂക്കം നോക്കിയപ്പോൾ 138, അപ്പോൾ 100നേക്കാൾ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു പീസും കൂടെ എടുത്ത് മാറ്റിയിട്ട് ഒരു 110 ഗ്രാമോളം ഉണ്ട് ഈ ഒരു ബേസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ അടുത്തതായിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ 100 ഗ്രാമിൽക്ക് നമ്മൾ എത്ര ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലുകൾ എത്ര, ജ്യൂസ് എത്ര, അതൊക്കെയാണ് നമ്മൾ ഇതിൽ പറയാൻ പോണത്. ഇത് നമ്മൾ കട്ട് ചെയ്യണതും മെൽറ്റ് ചെയ്യണതൊന്നും കാണിച്ചിട്ടില്ല. അതിപ്പോൾ ഓൾറെഡി ഒരു ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി നമ്മളിതിൽ നമുക്കൊരു സോപ്പോ അല്ലെങ്കിൽ 2 സോപ്പിനോട്ടുള്ളതാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് നോക്കി വെക്കാം എത്ര സോപ്പ് നമുക്ക് 100 ഗ്രാമിൻ്റെ ഇതുകൊണ്ട് നമുക്ക് എത്ര സോപ്പ് കിട്ടും എന്നുള്ളത് നമുക്ക് വീഡിയോസിലൂടെ തന്നെ നോക്കി വെക്കാം. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു കളർ, ഒരു ഗ്രീനല്ല ഒരു ബ്ലൂ കളറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലിറിലിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ലിറിലിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഞാൻ ഒരു ടീസ്പൂണ് കണക്കാക്കിയിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
നമ്മൾ എത്രത്തോളം നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് മണം മുന്നിട്ട് നിൽക്കണം. മണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പ് ആരും വാങ്ങിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു കണക്കില്ല, എന്നാലും ഒരു ഏകദേശം കണക്കാണ് ഞാൻ പറഞ്ഞത്. അതിന് ബിഗിനേഴ്സായ ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ മെഷർമെൻറ്റും കണക്കും കാര്യങ്ങളും പറയണത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കാത്തവർക്കും ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള ചില ഐഡിയകളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു 100 ഗ്രാമിൻ്റെയും 500 ഗ്രാമിൻ്റെയും 1 kgയുടെയും ഒറ്റ വീഡിയോസിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് 100 ഗ്രാമിൻ്റെ സോപ്പ് വെച്ചിട്ട് 100 ഗ്രാമിൻ്റെ ബേസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയപ്പോൾ ഒരു സോപ്പും കുറച്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മറ്റേതിൽ കുറച്ച് ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ തന്നെ നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുത്ത് ഏകദേശം 2 സോപ്പ് കിട്ടേണ്ടതാണ്. എന്തോ അറിയില്ല, ഒരു സോപ്പാണ് നമുക്കിപ്പോൾ 100 ഗ്രാമിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 100 ഗ്രാമിൻ്റെയും 500 ഗ്രാമിൻ്റെയും ഏകദേശം ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് 1 kg കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ചേർത്തതിനേക്കാൾ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇനി 1 kgയിൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 kg നമുക്ക് അളവെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതുപോലെ നമുക്ക് 1 kg അളന്നെടുത്തിട്ട് അതും ഇതേപോലെ കട്ട് ചെയ്യണതും മെൽറ്റ് ചെയ്യണതൊന്നും ഞാൻ കാണിക്കണില്ല. ഇപ്പം എല്ലാം നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ബ്ലൂ കളർ തന്നെയാണ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കളറും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ അതുമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് 3 എണ്ണം അതും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 kg സോപ്പ് ബേസിലേക്ക് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 20 ml ആണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അര കിലോയിലേക്ക് നമ്മൾ 10 ml 1 kgയിലേക്ക് 20 ml ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രാഗ്രൻസ് ഓയിൽ ഒട്ടും നമ്മൾ കുറയ്ക്കരുത്, കാരണം മണം മുന്നിട്ട് നിൽക്കണം. എന്നാലാണ് ഏതൊരാളുകളും സോപ്പ് വാങ്ങിക്കൊള്ളും. സോപ്പിന് മണം ഉണ്ടെന്നുണ്ടെങ്കിലാണ് എല്ലാവരും സോപ്പ് വാങ്ങിക്കൊള്ളും. അപ്പോൾ നമ്മളിതിൽ അളന്നിട്ട് 20 ml ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ട നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് 20 ml ആണ് നമ്മളിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലാണ് നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ കളറാണെങ്കിലും ഫ്രാഗ്രൻസ് ഓയിലാണെങ്കിലും കറക്റ്റ് ചെയ്തിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നിന്നാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് ഒഴിച്ചു കൊടുക്കാനും വളരെ സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊരു കപ്പിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും 500 ഗ്രാമിൻ്റെയും 1 kgയുടെയും അതുപോലെ തന്നെ 100 ഗ്രാമിൻ്റെ അളവ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഒരുവിധം എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഉണ്ടാക്കാത്ത ആളുകൾക്ക് പോലും സോപ്പ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചത് പപ്പായയുടെ സോപ്പായിരുന്നു. കണ്ട, അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പപ്പായയുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല മണവും കാണാൻ തന്നെ നല്ല ഭംഗി, തിന്നാൻ തോന്നും നമുക്ക് ഈ സോപ്പ് കണ്ട. അത്രയും നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. തുടങ്ങാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ
കുറച്ചൊരു എമൗണ്ടിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഒറ്റ വീഡിയോസിലാക്കിയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.